അങ്ങനെ ദേ സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്താൻ നേരില്ല കേട്ടാ. തേജു അവന്റെ പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ അറയിൽ കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ദേ ബാക്കി സാധനങ്ങളൊക്കെ എന്താ എടുത്ത് വെക്കാത്തതെന്ന് ചോദിച്ചിട്ട് അതിൽ കൈയിട്ട് വരാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം പിടിച്ച് മാറ്റി ഇതേ വേഗം ഞാൻ തന്നെ എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കാര്യം അവൻ തന്നെ തീരുമാനാക്കും. ഈ ചെറുക്കൻ എന്താ ഈ അടുക്കള കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തിയാണാവോ? ഇടയ്ക്ക് എനിക്ക് തോന്നും ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ അമ്മായിയും എങ്ങാനും ആയിരുന്നു. കാരണം ഈ അടുക്കളയിലെ ചില കാര്യങ്ങളിൽ എന്നെ ഭരിക്കാൻ വരണോണ്ട് കണ്ടില്ലേ, വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് മൊത്തം എടുക്കണോണ്ട് ഇതേ പോരാത്തതിന് അവന്റെ വക ഒതുക്കലും പിടിക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, എന്റെ പണി അവിടെ നീറ്റാക്കി തീർത്തുവിട്ട സാധനങ്ങളൊക്കെ ഒരുവിധം നമ്മുടെ ബോക്സിലാക്കണ സാധനങ്ങൾ അതിലും പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു അടുക്കുകളിലാക്കണ അല്ലറ ചില്ലറ സാധനങ്ങൾ അതിലും ആക്കിയിട്ട് വെച്ചൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചെറിയ വരും കേട്ടോ. പഞ്ചസാരയ്ക്ക് ഒരു ചെലവൂലേ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചെലവ് പഞ്ചസാരക്കായിട്ട് മാറിയിട്ടുണ്ട്. ഡെയിലി യൂസിന് വേണ്ടിയിട്ടാ ഞാനൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. വലിയ പാത്രം എടുത്തിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതും ഞങ്ങൾ പെട്ടെന്ന് തീർക്കും. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ അതേ പാത്രത്തിലാക്കാട്ട് ചെയ്യണത്. കൊട്ടയിലേക്കുള്ള പച്ചക്കറി കൊട്ടയിലും ഈ ബോക്സിലേക്കുള്ള പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് ബോക്സിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാനാണ് കേട്ടോ. പിന്നെ അതേ ഫ്രിഡ്ജിൽ അല്ലറ ചില്ലറ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ലതും ചീത്തയൊക്കെ നോക്കിയിട്ട് മാറ്റാനായിട്ടാണ് ഞാൻ നോക്കണത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതേ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ബോക്സും ഐറ്റംസും ഒക്കെ ഇതേ അവിടെ കൊണ്ട് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ബോക്സ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. തേജ് പിന്നെ അതേ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണാനില്ലേ, കണക്കെടുപ്പിന് വരുന്നതാണ് ആള്. പിന്നെ അതേ പാല് വാങ്ങിയത് അതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മുട്ടയും കാര്യങ്ങളൊക്കെ ഒതുക്കുന്നുണ്ട്. മുട്ട എണ്ണ വന്നിക്കാണ് അവ എന്തിനാണാവോ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പത്തിൻ്റെ ഒപ്പം വന്ന് നീ ചെക്ക് ചെയ്യണത്. പിന്നെ അതേ കാടമുട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.